കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിൽ പ്രതി അഖിൽ സി വർഗീസ് അറസ്റ്റിൽ. കൊല്ലത്തെ ലോഡ്ജിൽ നിന്നാണ് വിജിലൻസ് പ്രതിയെ പിടികൂടിയത്. കേസെടുത്ത ഒരു വർഷത്തിന് ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. പെൻഷൻ ഫണ്ട് അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി 2.39 കോടി രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് മറ്റു വിവരങ്ങൾ? ഒരു വർഷത്തോളം സമയം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. കൊല്ലം സ്വദേശിയാണ് അഖിൽ സി വർഗീസ്. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തുകയിൽ നിന്ന് ഏതാണ്ട് 2.5 കോടിയിലധികം രൂപയാണ് അഖിൽ സി വർഗീസ് വ്യാജരേഖ ചമച്ച് സ്വന്തം അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നത്. ഇത് വാർഷിക കണക്കെടുപ്പിലാണ് മനസ്സിലായത്. പക്ഷേ അപ്പോഴേക്കും ഈ അഖിൽ സി വർഗീസ് ഒളിവിൽ പോവുകയാണ് ചെയ്തത്. അതിനിടയ്ക്ക് സ്ഥലമാറ്റമടക്കം വൈക്കത്തേക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഈ ഒരു വർഷക്കാലവും ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചാണ് ഈ കേസിൽ അന്വേഷണം നടത്തിയിരുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പിന്നീട് വിജിലൻസിന് കൈമാറുകയാണ് ചെയ്തത്. സംസ്ഥാനം വിട്ടതായിട്ടുള്ള സൂചനകളൊക്കെ ലഭ്യമായിരുന്നെങ്കിലും ഈ അഖിൽ സി വർഗീസിനെ പിടികൂടാത്തതിന് പിന്നിൽ നഗരസഭ ഭരിക്കുന്ന കോൺഗ്രസ് ആണെന്നും, എന്നാൽ പിടികൂടാത്തത് മുൻകാലത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പിടികൂടുമെന്നുള്ള സംശയത്താൽ CPM-ന്റെ ഒത്താശയോട് കൂടിയാണ് അഖിൽ സി വർഗീസിനെ പിടികൂടാത്തത് എന്നും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. നഗരസഭ ഭരണത്തെ ഒന്നാകെ വലിയ രീതിയിൽ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമായിരുന്നു അത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നഗരസഭാ കേന്ദ്രത്തിലേക്ക് നടന്നിരുന്നു. അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് ഇത്തരത്തിലുള്ള ഈ അഴിമതി കഥ പുറത്തു വരുന്നത്. ഇപ്പോൾ അടുത്ത ഓഗസ്റ്റ് മാസം കഴിയുന്നതോടുകൂടി അഖിൽ സി വർഗീസിനെ കൊല്ലത്ത് വെച്ച് തന്നെ പിടികൂടുകയാണ്. കൊല്ലത്തെ ഒരു ഹോട്ടലിൽ, ഒരു ലോഡ്ജിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ വിജിലൻസ് സംഘം പിടികൂടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.